പൈനട്ടച്ചിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. പാർട്ട് 2. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണെന്ന് പറഞ്ഞത് എൻ ഗ്ലാഡനാണ്. നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവനെ എങ്ങനെ ആകുമെന്ന് സ്വയം ചോദിക്കുകയാണ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, അടുത്ത് ഇന്ത്യൻ സിവിൽ സർവീസിനെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് നോക്കാം. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അഖിലേന്ത്യാ സർവീസ് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസും. കേന്ദ്ര സർവീസ് എന്നാൽ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാത്രം അധികാരമുള്ള ഭരണ സ്ഥലങ്ങളിൽ ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്. സംസ്ഥാന സർവീസ് എന്നാൽ സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. സെയിൽ ടാക്സ് ഓഫീസർ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഈ ഗവേൺസ് എന്നത് സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതി, എല്ലാവരും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും തടസ്സങ്ങളില്ലാതെ എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞത് APJ അബ്ദുൽ. ഈ ഗവേൺസിനെ കുറിച്ച്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഗവേൺസിൻ്റെ കീഴിൽ വരുന്നത്? ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവര കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ, ഇമെയിൽ, പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ തുടങ്ങിയവയാണ് പൊതുവിവരത്തിൽ പെടുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശം എന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങൾ പരിശോധിക്കുന്നതും പകർപ്പ് ആവശ്യപ്പെടാവുന്നതുമാണ്. എന്നാൽ രാജ്യസുരക്ഷയെ അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങൾ ലഭ്യമാകേണ്ടതില്ല. ഓക്കെ, ഓർത്തു വയ്ക്കാം. അടുത്ത് ഭൂനികുതി വ്യവസ്ഥയും നടപ്പിലാക്കിയ പ്രദേശങ്ങളാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങൾ. റേറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ. ഇനി കനോലി. മാപ്പിളകാലത്ത് അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന കനോലിയെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് കലാപകാരികൾ കൊലപ്പെടുത്തിയെന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത് ഇന്ത്യയിലെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളിൽ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞത് വില്യം ബെൻഡിക്കാണ്. 1834-35 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ആധിപത്യ കാലത്തെ തൊഴിലാളി ജീവിതം ഇങ്ങനെയാണെന്ന് പറയുന്നതാണ്. വയറ് നിറയെ ആഹാരമില്ലാതെ, വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാതെ ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യാവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ചൂഷണം ചെയ്യപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞത് ജർഗൻ കുസിയാസ്കിയാണ്. ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനാണ്. ഇനി അടുത്ത 1857 വിപ്ലവം. 1857 മെയ് 11 പുലർക്കാലം വലിയൊരു ആരവം കേട്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ ഉണർന്നത്. മീററ്റിൽ നിന്ന് യമുന നദി കടന്ന് ആയുധങ്ങളുമായി ആയിരക്കണക്കിന് കലാപകാരികൾ ഡൽഹിയിലെത്തുകയും അവരിൽ ശിപായിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു. അന്ന് തലേദിന രാത്രി മീററ്റിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും സ്ഥാപനങ്ങളിൽ തീയിടുകയും ചെയ്തു. ഡൽഹിയിലെത്തിയ കലാപകാരികൾ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുന്നു. അധികം താമസിയാത്ത കലാപം ഉത്തരേന്ത്യൻ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. ഓക്കെ, കലാപം നടന്ന സ്ഥലങ്ങളും നേതാക്കളുമാണ്. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ നേതൃത്വം നൽകി. ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായ്, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തൊപ്പിയും, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. അടുത്ത കനോലിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ വാണിജ്യ ചരിത്രത്തിൽ ഇപ്പോൾ അത് നമ്മൾ പറഞ്ഞതാണ്. അടുത്ത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗം പേരും ബംഗാളികളായിരുന്നു. അതിനാൽ ബംഗാളിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്ന് വിശേഷിക്കപ്പെടുന്നു. തുടർന്ന് ഇന്ത്യൻ ദേശീയ തലത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുന്നതിനായി 1905 കഴ്സൺ പ്രഭു എന്ത് ചെയ്തു? ബംഗാളിനെ വിഭജിച്ചു. ഓക്കെ, കപ്പലോട്ടി തമിഴ്നാട്ടിലെ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത VO ചിദംബരം പിള്ള തൂത്തുക്കുടി ആസ്ഥാനമാക്കി 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിക്കുന്നു. ഓർത്തു വയ്ക്കുക, 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിക്കുന്നത്. അത് VO ചിദംബരം പിള്ളയാണ്. തൂത്തുക്കുടി ആസ്ഥാനമാണെന്ന് ഓർത്തു വയ്ക്കുക. അതിനാൽ അദ്ദേഹത്തെ കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കുന്നു. പ്രാദേശിക കച്ചവടക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ഇത് തുടങ്ങിയതെന്ന് കൂടെ ഓർത്തു വയ്ക്കുക.
ഇന്ത്യയെ കണ്ടെത്തലെന്ന് കൃത്യീകരിച്ചത് ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ നാനാത്വം വമ്പിച്ചതാണ്. അത് പ്രത്യക്ഷമാണ്. അത് ഉപരിതലത്തിൽ പൊന്തി നിൽക്കുന്നത് ആർക്കും കാണാൻ വിരോധമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അടുത്ത് സ്ഥാപനങ്ങൾ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിംഗ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജനാർദൻ ഡങ്കൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരൻ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മെക്കാളപ്രൂവാണ്. സയന്റിഫിക് സൊസൈറ്റി 19ാം നൂറ്റാണ്ടിൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യാനും നിരവധി സയന്റിഫിക് സൊസൈറ്റികൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു. യൂറോപ്യൻ ശാസ്ത്രജ്ഞർ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി കൊൽക്കത്തയിൽ 1825 സ്ഥാപിച്ചു. പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി കൊൽക്കത്തയിൽ 1838 സ്ഥാപിച്ചു. മഹീന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ ബംഗാൾ 1876. ബനാറസ് സംവാദ് ക്ലബ്ബ് ബനാറസിൽ 1861 സ്ഥാപിച്ചു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി അലിഗഡിൽ 1864. ബീഹാർ സയന്റിഫിക് സൊസൈറ്റി ബീഹാറിൽ 1868. ഓക്കെ, ഇനി അടുത്ത പരിഷ്കരണ പ്രസ്ഥാനങ്ങളും പരിഷ്കർത്താക്കളും ആശയങ്ങളുമാണ്. ആര്യ സമാജം ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി വിഗ്രഹാരാധനയും ശൈശവ വിവാഹത്തെയും എതിർത്തു. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദനാണ്. ജാതി വ്യവസ്ഥയും അനാചാരങ്ങൾ എന്നിവ എതിർത്തു. സ്വാതന്ത്ര്യ സമത്വ സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വേണ്ടി വാദിച്ചു. പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗാണ്. മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്ക് വേണ്ടി നിലകൊണ്ടു. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബെസന്റ് ആണ്. ഹിന്ദുമതത്തിലെ പുനരർത്ഥത്തിനായി നിലകൊണ്ടു. ഹിതകാരണി സമാജം സ്ഥാപിച്ച വീരേശലിംഗം വിധവ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും പ്രചാരണം നടത്തി. സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫുലെയാണ്. ദുരാചാരങ്ങളുടെയും പുരോഹിത മേധാവിത്വത്തിനെയും എതിർത്തു. പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. സ്വഭാവിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയും എതിർത്തു. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ശ്രീനാരായണ ഗുരു ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെ എതിർത്തു. പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി നിലകൊണ്ടു. ഓക്കെ, അടുത്ത പത്രങ്ങളാണ് സ്ഥാപിച്ച നേതാക്കളുമാണ്. പത്രങ്ങൾ ഹിന്ദു സ്വദേശി മിത്രം സ്ഥാപിച്ച ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക ശിശുകുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ബോംബെ സമാചാർ ഫർദൂർജി മിസ്ബാൻ. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ശ്യാം പ്രകാശ് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആന ബെസന്റ്. യങ് ഇന്ത്യ ഹരിജൻ ഗാന്ധിജി. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, അടുത്ത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുള്ളതാണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകുമെന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണം ക്രൂരമായി അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയുമെന്ന് പറഞ്ഞത് കേശവചന്ദ്ര സെനാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വ്യക്താക്കളാണെന്ന് പറഞ്ഞത് വീരേശലിംഗമാണെന്ന് ഓർത്തുവയ്ക്കുക. നയീം താലി എന്താണെന്ന് നോക്കാം. ഉൽപാദകക്ഷമതമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെട്ട് വേണം വിദ്യാഭ്യാസം നൽകാനെന്ന് ഗാന്ധി നിർദ്ദേശിച്ചതാണ് നയീം താലി. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധ വിദ്യാഭ്യാസം നൽകണമെന്ന് അത് മാതൃഭാഷയിലായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാന്ധി വിഭാവനം ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീം താലി നൂതന വിദ്യാഭ്യാസം എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1937 വാർത്താ സമ്മേളനത്തിൽ ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി ഡോക്ടർ സക്കീർ ഹുസൈനെ ഒരു കമ്മിറ്റി നിയമിച്ചു എന്നുകൂടെ ഓർത്തുവയ്ക്കാം. അടുത്ത കൃതികൾ. എഴുത്തുകാർ ഭാഷയാണ്. ഘോര, ഗീതാഞ്ജലി എന്നിവ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയാണ് ഭാഷ. ബംഗാളി. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ പ്രേംചന്ദിൻ്റെയാണ് ഹിന്ദി ഭാഷയിൽ. പഞ്ചാലി പദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് സുബ്രഹ്മണ്യ ഭാരതിയാണ്. തമിഴ് ഭാഷയിലാണ്. ഹിയാത്ത് ഇ സാദി അൽതാഫ് ഹുസൈൻ ഹാലിയാണ് ഉറുദു ഭാഷയിൽ. അതുപോലെ ഹയാത്ത് ഇ ജവീദ് അൽതാഫ് ഹുസൈൻ ഹാലിയാണ് ഉറുദു ഭാഷയിൽ. നിബന്ധബാല വിഷ്ണുകൃഷ്ണ ചിപ്ലിങ്കറാണ് മറാത്തി ഭാഷയിൽ. എൻ്റെ ഗുരുനാഥൻ ബാബുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷയിലാണെന്ന് ഓർത്തുവയ്ക്കാം. അടുത്ത് മാഡം ഗാമിയും ത്രിവർണ്ണ പതാകയും. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ നേതൃത്വം നൽകിയ ധീരവനിതകളിൽ ഒരാളാണ് മാഡം ഭിക്കാജി ഗാമ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യൻ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് അവരായിരുന്നു. 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ച് നടന്ന 2ാം ഇന്റർനാഷണൽ സമ്മേളനത്തിലാണ് ത്രിവർണ്ണ പതാക ഉയർത്തിയതെന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നത് മഹാത്മാഗാന്ധിയുടെയാണ്. അദ്ദേഹത്തിൻ്റെ
സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ കുറച്ച് വാക്യങ്ങൾ കൊടുത്തിരിക്കുന്നതോ ചമ്പാരൻ എന്ന പേരോ ആ പ്രദേശത്ത് ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നോ നീലം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെക്കുറിച്ചോ എനിക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു. നീലത്തിൻ്റെ വലിയ ചാക്കുകെട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും ചമ്പാരനിലെ സാധാരണ കർഷകർ ഇത്രയേറെ കഷ്ടപ്പെട്ട് അനുഭവിക്കുന്നു എനിക്കറിയില്ലായിരുന്നു. ഇതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടത് 1916 ലക്നൌവിൽ വെച്ച് എൻ്റെ അരികിൽ വന്ന എൻ്റെ നിർദ്ദേശപ്രകാരം 1916 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ബ്രിജ് ബാബു കിഷോർ പ്രസാദ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിക്കുകയും ഐക്യകണ്ഠേന പാസ്സാക്കുകയും ചെയ്തു. അത് ഓർത്ത് വെച്ചോണം കേട്ടോ. 1916 കോൺഗ്രസ് സമ്മേളനത്തിനാണ്, ലാഹോർ സമ്മേളനത്തിനാണ് ബ്രിജ് ബാബു കിഷോർ പ്രസാദാണ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ച് പ്രമേയം പാസ്സാക്കിയതെന്നുകൂടെ ഓർത്ത് വയ്ക്കാം. അടുത്ത ഗാന്ധിജിയും ദക്ഷിണാഫ്രിക്കയും ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെത്തിയത് എന്ന് ഓർത്ത് വയ്ക്കുക. ദാദാ അബ്ദുള്ള ദർബാറിൽ നിന്ന് പിട്ടോറിയയ്ക്കുള്ള ട്രെയിൻ യാത്രയിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇറക്കി വിട്ടു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്കാരനെ അനുഭവിക്കുന്ന വർണ്ണവിവേചനത്തിന് അദ്ദേഹം മനസ്സിലാക്കി. അവിടെ ഉണ്ടായിരുന്ന 21 വർഷക്കാലവും, എത്ര വർഷം ഉണ്ടായിരുന്നു? 21 വർഷക്കാലം ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരല്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു എന്ന് ഓർത്തിക്കാം. അടുത്ത സമരങ്ങളും പ്രദേശങ്ങളും വർഷവുമാണ്. ചമ്പാരനിലെ നീലം കർഷക സമരം ബീഹാറിലാണെന്ന് വർഷം 1917. അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്താണ് 1918. കേദയിലെ കർഷക സമരം ഗുജറാത്താണ് 1918. അടുത്ത പ്ലേഗ് ബോണസ് 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% പേരെ കൊന്നൊടുക്കി. ഈ കാലയളവിൽ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിൻ്റെ 80% വരെ ബോണസായി നൽകിയിരുന്നു. രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായിരുന്നു ഏർപ്പെടുത്തിയ സംവിധാനം. 1-ാം ലോകമഹായുദ്ധം കൊണ്ടുപോയ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ തൊഴിലാളികൾക്ക് സഹായമായി. രോഗഭീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം നിർത്തലാക്കി തൊഴിലാളികൾ സമരത്തിന് പ്രേരിപ്പിച്ചതോ. അതാണ് പ്ലേഗ് ബോണസ് എന്ന് പറയുന്നത്. അടുത്ത റിച്ചാർഡ് ആറ്റംബറോ സംവിധാനം ചെയ്ത 8 ഓസ്കാറുകൾ നേടിയ സിനിമയാണ് ഗാന്ധി എന്ന ചിത്രത്തിൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ശ്യാം ബെനഗലിൻ്റെ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്നു. ഇവ കൂടാതെ നിരവധി ചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് ഓർത്തിക്കുക. അടുത്ത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അതായത് റൗളറ്റ് വിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ സൈഫുദ്ദീൻ കിച്ചുലു അതുപോലെ സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു 1919 ഏപ്രിൽ 13 ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടുന്നു. അമൃത്സർ പട്ടണത്തിന്റെ നിയന്ത്രണം ബ്രിട്ടീഷ് പട്ടാളം ഏറ്റെടുക്കുന്നു. പട്ടാള മേധാവിയായിരുന്ന ജനറൽ ഡയർ തന്റെ ഉത്തരവ് ലംഘിച്ച് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 3 വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട മൈതാനത്തിന്റെ പ്രവേശ കവാടത്തിൽ പട്ടാളക്കാരെ നിരത്തി നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിടുന്നു. 10 മിനിറ്റ് നീണ്ട വെടിവെപ്പിൽ 379 പേർ മരിച്ചു എന്നായിരുന്നു ഔദ്യോഗിക കണക്കെടുപ്പെങ്കിലും മരണസംഖ്യ ഇതിൻ്റെ ഇരട്ടിയായിരുന്നു എന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത ഖിലാഫത്ത് പ്രസ്ഥാനം 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ബ്രിട്ടന്റെ ശ്രമങ്ങൾക്കെതിരെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉപ്പ് നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതി ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവ് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിധത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം ആരംഭിക്കുക. ഓക്കെ. അടുത്ത 7 ലക്ഷം ഗ്രാമങ്ങളിൽ 10 പേർ വീതം 7 ലക്ഷം ഗ്രാമങ്ങളെ 10 പേർ വീതം ഒപ്പുകൂർക്കാൻ തുടങ്ങിയിരുന്നുവെങ്കിൽ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ ഊഹിക്കുന്നതിലും ഏറ്റവും നീചമായ സ്വച്ഛാധിപത്യം പോലും സമാധാനപരമായി നിയമം ലംഘിക്കുന്ന ജനതയെ പീരങ്കി കൊണ്ട് നേരിടാൻ ഊറ്റം കാണിക്കില്ല. നിങ്ങൾ ഒരല്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കുവാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഇങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത പൊതുവികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൻ്റെ കുറഞ്ഞ് മറ്റൊന്നുമല്ല. മഹാത്മയുടെ പ്രധാന കൂട്ടാളിയായ ദേശബന്ധു CR ദാസ് ഓർത്തുക. ദേശബന്ധു CR ദാസ്, മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, പിന്നെ ഞാനും ജയിലിൽ വെച്ച് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തിനോടൊപ്പം ചേർന്നു. മഹാത്മാഗാന്ധിയുടെ ഈ പിന്മാറ്റത്തിന് ദുഃഖിതനും രോഷാകുലനുമായ ദേശബന്ധുവായിരുന്നു ഞാൻ ജയിലിൽ വെച്ച് കണ്ടത്. സുഭാഷ് ചന്ദ്രബോസാണ് അങ്ങനെ പറഞ്ഞതോ. വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1930-32 ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് പാർലമെന്റ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ
അടുത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. രണ്ടാം വട്ടമേശ സമ്മേളനങ്ങൾ ഇന്ത്യൻ കോൺഗ്രസിന് പ്രതികരിച്ച് ഗാന്ധിജി പങ്കെടുത്തു എന്ന് ഓർത്ത് വയ്ക്കുക. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരാൻ കാണാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് വി ഡി സവർക്കറും അനുശീലൻ സമിതി സ്ഥാപിച്ചത് ബരീന്ദ്രകുമാർ ഘോഷും പുലിസ്റ്റർ ബിഹാരിദാസുമാണ്. ഗദാർ പാർട്ടി സ്ഥാപിച്ചത് ലാലാ ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് സൂര്യസെനാണെന്ന് ഓർത്തിക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചിയർ. ജനകീയ പ്രക്ഷോഭങ്ങളിൽ നിഷ്ഠുരമായി അടിച്ചമർത്തിയ തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് അക്ഷയെ 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിവെച്ച് കൊന്നു. ബ്രിട്ടീഷുകാർക്ക് വെടിയൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ അദ്ദേഹം ആത്മാഹുതി ചെയ്തു. അതാണ് വാഞ്ചിയരുടെ പ്രവൃത്തിയെ മാഡം ബിക്കാജി കാമ വന്ദേ മാതരം പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെ എഴുതി: വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിൻ്റെ ആയിരുന്നു ഒരു രാജ്യത്തിൻ്റെ ഗാഠനിദ്രയിൽ നിന്ന് ഉണർത്തി എന്ന് ഓർത്തുവയ്ക്കുക. ഇത് ചോദിക്കാൻ സാധ്യത റാങ്ക് മേക്കിംഗ് ആണ്, ഓർത്തുവയ്ക്കാം. അപ്പോൾ തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് തിരുനെല്വേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയെ 1911 ജൂലൈ 17 ആര് വാഞ്ചിയർ വെടിവെച്ച് കൊല്ലുന്നതെന്ന് ഓർത്തുവയ്ക്കുക. അദ്ദേഹം അവിടെ വെച്ച് ആത്മാഹൂതി ചെയ്യുന്നു. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി എന്ന വാഞ്ചിയറെ അറിയപ്പെടുന്നതെന്ന് ഓർത്തുവയ്ക്കാം. ഈ സമരങ്ങൾ നടന്ന സ്ഥലം തേഭാഗ സമരം നടന്നത് ബംഗാളിലാണ്. തെലങ്കാന സമരം നടന്ന ആന്ധ്രാപ്രദേശ്. നാവിക കലാപം നടന്നത് ബോംബെ. അതിർത്തി ഗാന്ധിയാണ്. ദ്വിരാഷ്ട്രവാദത്തെ ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർക്കുന്ന നേതാവാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന് ഓർത്തുവയ്ക്കുക. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയുടെ വിഭജനം ദുഃഖിപ്പിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്നു. ഇന്ത്യ ഗവൺമെൻറ് പരമോന്നത പ്രതിനിധി ഭാരതരത്ന നൽകി ആദരിച്ചു എന്നും കൂടെ ഓർത്തുവയ്ക്കാം. അടുത്ത സമരവും സ്വാതന്ത്ര്യമാണ്. പ്രാദേശിക സമരങ്ങൾ, ദേശീയ സമരങ്ങൾ, വേറിട്ട വഴികൾ. അടുത്ത പ്രാദേശിക സമരങ്ങൾ എന്ന് പറയുന്നത് ചമ്പാരനിലെ നീലം കർഷക സമരം, അഹമ്മദാബാദ് തുണിമിൽ സമരം, കേദ കർഷക സമരം. ദേശീയ സമരങ്ങൾ എന്ന് പറയുന്നത് നിസ്സഹകരണ സമരം, സിവിൽ നിയമലംഘന സമരം, ക്വിറ്റ് ഇന്ത്യ സമരം. ഇതിൽ നിയമലംഘന സമരത്തിൽ 2 ഉണ്ട്. ഒന്ന് സത്യാഗ്രഹവും ഉപ്പ് സത്യാഗ്രഹവും, അതുപോലെ ധാരാസന സമരം. അടുത്ത വേറിട്ട വഴികളിൽ സ്വരാജ് പാർട്ടി, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം, വിപ്ലവ പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി പ്രസ്ഥാനങ്ങൾ എന്നിവ ഓർത്തുവയ്ക്കുക. അടുത്ത ബുക്ക് കീപ്പിംഗ് എന്നാൽ എന്താണെന്ന് നോക്കാം. ഒരു സ്ഥാപനത്തിലെ വിവരവും ചെലവും ദൈനംദിന അടിസ്ഥാനത്തിൽ ക്രമമായി രേഖപ്പെടുത്തുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ നടപടിയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് ഓർത്തുവയ്ക്കാം. അടുത്ത DNA. ഓരോ ക്രോമസോമിലെയും DNAക്ക് ഏകദേശം 2 ഇഞ്ച് 5 സെൻറ്റിമീറ്റർ നീളമുണ്ടാകും. ഒരു മനുഷ്യ ക്രോമസോമിലെ 46 ക്രോമസോമുകളിലെയും DNA ചേർന്നാൽ ഏകദേശം 6 അടി നീളം വരും, 2 മീറ്റർ. മനുഷ്യ ശരീരം ട്രില്യൺ 1,00,000 കോടി കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ കോശത്തിലെയും DNAകളെ കൂട്ടിയോജിപ്പിച്ചാൽ ഏകദേശം 67 മില്യൺ, 1 ബില്യൺ, അതായത് 100 കോടിയാണ് മൈൽ വരും. നോർത്തേക്ക് 67 ബില്യൺ. ഇത് ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റി വരാൻ പര്യാപ്തമാണ് കൂടി ഓർത്തു വയ്ക്കാം. മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് പാരമ്പര്യം അഥവാ ഹെറിഡിറ്റി എന്ന് പറയുന്നത്. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ സന്താനങ്ങൾ പ്രകടമാകുന്ന വ്യത്യസ്ത സവിശേഷതയാണ് വ്യതിയാനങ്ങൾ, വേരിയേഷൻ. മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾ ലഭിക്കുന്ന ജീനുകളാണ് പാരമ്പര്യം, വ്യതിയാനം എന്നിവയ്ക്ക് കാരണമാകുന്നതെന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത് ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം, ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഗിഗർ ജോഹാൻ മെൻഡൽ തോട്ടപ്പയർ ചെടിയിൽ നടത്തിയ വർഗസങ്കീർണ പരീക്ഷണങ്ങളുടെ എത്തിച്ചേർന്ന നിഗമനമാണ് ജനിതക ശാസ്ത്രം എന്ന ശാസ്ത്രശാഖയ്ക്ക് അടിത്തറ പാകിയെന്ന് ഓർത്തുവയ്ക്കാം. അതിനാൽ അദ്ദേഹത്തെ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നു. ഗിഗർ ജോഹാൻ മെൻഡൽ എന്ന് ഓർത്തുവയ്ക്കാം. ജോഹാൻ മെൻഡൽ ജനിക്കുന്നത് 1822 ജൂലൈ 20 ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. വടക്കൻ മൊഹാറിയയിലെ ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. ബ്രൂണിലെ അഗസ്തീനിയൻ ഗ്രാമത്തിൽ ചേർന്ന ശേഷം അദ്ദേഹം 1847 പുരോഹിതനായി. 1851-53 ഇടയിൽ വിയന്ന സർവകലാശാലയിൽ ചേർന്ന് ഭൗതികശാസ്ത്രം, ഗണിതം, പ്രകൃതിശാസ്ത്രം എന്നിവയിൽ പഠനങ്ങൾ നടത്തുകയും ശാസ്ത്രീയമായ ഡേറ്റ വിശകലനം ചെയ്യുന്നതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എന്ന് ഓർത്തുവയ്ക്കാം. അടുത്ത ഡാർവിനിസം, പ്രകൃതി ധാരണ സിദ്ധാന്തം. ആധുനിക പരിണാമശാസ്ത്ര വീക്ഷണങ്ങൾക്ക് അടിത്തറയിട്ട ഇംഗ്ലീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ചാൾസ് ഡാർവിൻ. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം അഥവാ ഡാർവിനിസം ഇദ്ദേഹത്തിൻ്റെ ആണെന്ന് ഓർത്തുവയ്ക്കാം.
അടുത്ത തലച്ചോറിൻ്റെ പ്രധാന ഭാഗങ്ങൾ നോക്കാം. സെറിബ്രം, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടസ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല എന്നും അറിയപ്പെടുന്നു. പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്നിവയിലെ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവ കേന്ദ്രമാണ്. വിവിധ ഇന്ദ്രിയാനുഭവങ്ങൾ ലഭ്യമാക്കുന്നു. ഇനി അടുത്ത സെറിബെല്ലം എന്താണെന്ന് നോക്കാം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലത്തിന് പിന്നിൽ താഴെയായി കാണപ്പെടുന്നു സെറിബ്രത്തിന് പിന്നിൽ താഴെയായി കാണപ്പെടുന്നു. പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ശരീര തുലന കൈവരിക്കുന്നു. തലാമസ് മസ്തിഷ്കത്തിലെ ആന്തരഭാഗത്ത് കാണപ്പെടുന്നു. സെറിബ്രത്തിൽ നിന്നുള്ള സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന ഈ ഭാഗത്താണ്. ഹൈപ്പോതലാമസ് എന്താണെന്ന് നോക്കുക. ശരീരോഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ തുടങ്ങിയ വിവിധ ശരീര പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് ആന്തര സമസ്ഥിതി പാലനം സഹായിക്കുന്നു. അടുത്ത് മിഡിൽ ബ്രെയിൻ, കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നു. കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തിന് ഈ ഭാഗത്തിന് പങ്കുണ്ട്. അതുപോലെ തന്നെ പോൺസ് എന്ന് വെച്ചാൽ കണ്ണിനും മുഖത്തും ഉള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നു. മിഡിൽ ഓംബ്ലഗറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇതിനെ ബ്രെയിൻ സ്റ്റെം, ഇത് മൂന്നും കൂടെ ചേർന്ന്, അതായത് മിഡിൽ ബ്രെയിൻ, പോൺസ്, മിഡിൽ ഓംബ്ലഗേറ്റ ചേർന്നതിനെ എന്തിനെ അറിയപ്പെടുന്നു? ബ്രെയിൻ സ്റ്റെം എന്നറിയപ്പെടുന്നു എന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത സസ്യങ്ങൾ സങ്കരയിന വിത്തുകളാണ്. സസ്യം സങ്കരയിന വിത്തുകൾ. മുളക് ഉജ്ജ്വല ജ്വാലാമുഖി എന്ന് പറയുന്ന മുളകിൻ്റെ സങ്കരയിനമാണ്. പയറിൻ്റെത് ജ്യോതിക ഭാഗ്യലക്ഷ്മി. നെല്ലിൻ്റെത് പവിത്ര അന്നപൂർണ. തെങ്ങ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര. വെണ്ട സൽകീർത്തി കിരൺ. ഇനി ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം എസ് സ്വാമിനാഥനാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം എസ് സ്വാമിനാഥൻ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുന്നത് കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുന്നു. അതുവഴി ഭക്ഷ്യോൽപാദനം കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റാൻ അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. മാക്സസെ, വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് ഓർത്ത് വയ്ക്കാം. അദ്ദേഹത്തിന് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അടുത്ത് ലിറ്റ്മസ് പേപ്പർ, മരങ്ങളിലും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ചിരിക്കുന്ന വളരുന്ന സസ്യവിഭാഗമായ ചിലേരം ലൈക്കണുകൾ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ് എന്ന് ഓർത്തുക. ഇത് നിറമാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു. ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറിൽ വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കുന്നു. നീല ചുവപ്പ് നിറങ്ങളിലുള്ള ലിറ്റ്മസ് പേപ്പറുകൾ ലായനികളും സ്കൂൾ ലബോറട്ടറികൾ ലഭ്യമാണെന്ന് ഓർത്തുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സെറികൾച്ചർ, പട്ടുനൂൽ വളർത്തലാണ്. ഫ്ലോറിക്കൾച്ചർ, പൂക്കൃഷിയാണ്. എപ്പിക്കൾച്ചർ, തേനീച്ച വളർത്തലാണ്. ക്യൂണിക്കൾച്ചർ, മുയൽ വളർത്തലാണ്. മഷ്റൂം കൾച്ചർ, കൂൺ കൃഷിയാണ്. പൗൾട്രി ഫാം, കോഴി കൃഷിയാണ്. അടുത്ത ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറയുന്നത് കന്നുകാലി വളർത്തലാണ്. ഫിസിക്കൾച്ചർ, മത്സ്യകൃഷിയാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങൾ ആസിഡുകൾ, ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങൾ ബേസുകളാണെന്ന് ഓർത്തിരിക്കുക. മോരിൽ, തൈര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസിറ്റിക് ആസിഡ്, നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്, വാളൻ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ്, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന മാലിക് ആസിഡ്, നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന അസ്കോർബിക് ആസിഡ്, തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡ് എന്ന് ഓർത്തിരിക്കുക. നെല്ലിക്കയിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി എന്നത് അസ്കോർബിക് ആസിഡ് ആണെന്ന് ഓർത്ത് വയ്ക്കാം. ഇതിൻ്റെ സാന്നിധ്യമാണ് നെല്ലിക്കയിൽ പുളി രുചി നൽകുന്നതെന്ന് ഓർത്ത് വയ്ക്കാം. ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഫോമിക് ആസിഡ് ഉണ്ട്. ഉറുമ്പ് കടിക്കുമ്പോൾ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് ശരീരകോശങ്ങളുമായി പ്രവർത്തിക്കുന്ന ഉറുമ്പ് കടിക്കുമ്പോൾ വേദനയ്ക്ക് കാരണമെന്ന് ഓർത്തിക്കുക. അടുത്ത് നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്നതിന് ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചിലരിൽ ഇതിൻ്റെ ഉപയോഗം കൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. ആമാശയത്തിനുള്ള നീറ്റൽ, നെഞ്ചരിച്ചിൽ, പുളിച്ചു തട്ടൽ, മലബന്ധം എന്നിവ അസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണെന്ന് ഓർത്തിക്കുക. ആസിഡിനെ നിർവീര്യമാക്കുന്നതിന് ആൻറ്റാസിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് ഡോക്ടർ ഇതിനായി പരിഹാരമായി നിർദ്ദേശിക്കുന്നതെന്ന് ഓർത്തിക്കുക. അടുത്ത ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ ഓർത്ത് വയ്ക്കുക. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണെന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. അതിനാൽ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ഉയർന്നു പൊങ്ങുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. റോക്കറ്റുകൾ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങൾ നിലവിലുണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. 2021 സെപ്റ്റംബറിൽ ഡൽഹിയിലെ പരീക്ഷണാർത്ഥത്തിൽ ഒരു ഹൈഡ്രജൻ ബസ് നിരത്തിലിറക്കിയിരുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്നിവിടെ ഓർത്തിക്കുക. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ ജലമുണ്ടാകും. ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജൻ ഓക്സിജനുമാക്കാമെന്ന് ഭാവിയിൽ
ഉർവശവാതമാണ് എന്താ ഹൈഡ്രജൻ എന്ന് ഓർത്തേക്കുക. അടുത്ത് ലോഹങ്ങൾ. തിളക്കമുള്ളതും കടുപ്പമുള്ളതും ബലമുള്ളതുമായ പദാർത്ഥമാണ് ലോഹങ്ങൾ. ഇരുമ്പ്, ചെമ്പ്, വെള്ളി, സ്വർണം, അലുമിനിയം, സിങ്ക്, ലെഡ്, മെർക്കുറി, നിക്കൽ തുടങ്ങിയ അനേകം ലോഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോഹങ്ങളെല്ലാം സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണെന്ന് ഓർത്തുവയ്ക്കുക. എന്നാൽ മെർക്കുറി അഥവാ രസം ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. എല്ലാ ലോഹങ്ങളും വൈദ്യുതി ചാലകങ്ങളാണ്. ലോഹങ്ങളുടെ കണ്ടെത്തലും ഉപയോഗവും മനുഷ്യശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രാചീന ശിലായുഗത്തിൽ താമ്രശിലായുഗത്തിൽ എത്തിയപ്പോൾ ഉപകരണങ്ങളും കൃഷിയിലും സാമൂഹിക ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത അദൃശ്യനായ മനുഷ്യൻ, ദ ഇൻവിസിബിൾ മാൻ, ഇംഗ്ലീഷ് സാഹിത്യകാരനായ H.G. വെൽസിന്റെ പ്രശസ്തമായ സാങ്കല്പിക നോവലാണ് ദി ഇൻവിസിബിൾ മാൻ എന്ന് ഓർത്തുവയ്ക്കുക. നോവലിന്റെ കഥാപാത്രമായ ശാസ്ത്രജ്ഞൻ ഗ്രിഫിൻ താൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായി ഗ്രിഫിൻ്റെ ശരീരം സുതാര്യമായി മാറുന്നു. ഇങ്ങനെ അദൃശ്യനായി മാറിയ ഗ്രിഫിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത് ഓർത്തിരിക്കുക. അടുത്ത മിനുസമുള്ള പ്രതലങ്ങൾ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിഫലിക്കുന്നു. ഇതിൻ്റെ പ്രതിഫലനം പ്രകാശത്തെ ക്രമമായി പ്രതിഫലിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ചില ദിശകളിലേക്ക് ചിതറിത്തെറിക്കുന്നു. ഇതാണ് വിസരിത പ്രതിഫലനം നിർത്തുക. അടുത്ത് കോണളവും പ്രതിബിംബവും എണ്ണവുമാണ്. കോണളവ് എക്സ് ആണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം 360 / x-1 ആകും എന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത് ഉച്ഛ്വാസത്തിലും അതുപോലെ നിശ്വാസത്തിലും വിവിധ ഘടകങ്ങൾ അളവ് കാണിക്കുന്നതാണ്. ഓക്സിജൻ ഉച്ഛ്വാസത്തിൽ 21%, കാർബൺ ഡയോക്സൈഡ് 0.04, നൈട്രജൻ ആണെങ്കിൽ 78%, ജലബാഷ്പം 0.96 ആണെന്ന് ഓർത്തിക്കാം. നിശ്വാസത്തിൽ ഓക്സിജൻ 15%, കാർബൺ ഡയോക്സൈഡ് 4%, നൈട്രജൻ 78%, ജലബാഷ്പം 3. അടുത്ത ശ്വസനത്തിന് വിവിധ മണ്ണിരയുടെ ശ്വസന അവയവം ഈർപ്പമുള്ള ത്വക്ക്, മത്സ്യത്തിൻ്റെ ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകുലങ്ങൾ, തവളയുടേത് കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശവും വെള്ളത്തിലായിരിക്കുമ്പോൾ ഈർപ്പമുള്ള ത്വക്കുമാണ്, ചിലന്തിയുടേത് ബുക്ക് ലെൻസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. അടുത്ത് പ്ലാസ്മ. ഓരോ രക്തത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. പ്ലാസ്മ രക്തത്തിൻ്റെ ദ്രാവക ഭാഗമാണ്. ഇളം മഞ്ഞ നിറമാണ് പ്ലാസ്മയ്ക്ക്. ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്ന ചുമതലയാണ് പ്ലാസ്മയ്ക്ക്. പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റുകൾ. വെളുത്ത രക്തകോശം അഥവാ WBC വൈറ്റ് ബ്ലഡ് സെൽസ് നിശ്ചിത ആകൃതിയില മർമ്മമുണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ചുവന്ന രക്തകോശം എന്ന് പറയുന്നത് RBC ഡിസ്കിന്റെ ആകൃതി, മർമ്മമില്ല, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ വിനിമയത്തിന് സഹായിക്കുന്നു. ധമനികൾ, സിരകൾ, ലോമികൾ എന്താണെന്ന് നോക്കാം. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ എന്നറിയപ്പെടുന്നത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ എന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത ഹൃദയവും അത് എത്ര അടങ്ങിയിരിക്കുന്നു നോക്കാം. ജീവി ഏതെന്ന് വെച്ചാൽ മണ്ണിരയിൽ 5 ജോഡി പാർശ്വ ഹൃദയങ്ങളാണ്. പാറ്റിയിൽ അടങ്ങിയിരിക്കുന്ന 13 അറകളാണ് ഹൃദയത്തിൻ്റെ അറ. മത്സ്യത്തിലാണെങ്കിൽ 2 അറകളാണ് ഹൃദയത്തിന്. തവളയ്ക്ക് 3 അറകളാണ്. കോഴിക്ക് 4 അറകളാണ്. ഓക്കെ. അടുത്ത ഹൃദയസ്പന്ദനവും പൾസുമാണ്. ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുമ്പോൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്നു. ഇതാണ് ഹൃദയ സ്പന്ദന നിരക്ക്. ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായി ധമനികളിൽ രക്തചലനം ഉണ്ടാകുകയും പൾസ് ഉണ്ടാകുന്നതാണ് പൾസ് എന്ന് പറയുന്നത്. ഹൃദയസ്പന്ദന നിരക്ക് പൾസിൻ്റെ നിരക്ക് തുല്യമായിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക. ലെനാക്ക് എന്താണെന്ന് വെച്ചാൽ ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. ലെനാക്കാണ് ഇത് ആദ്യമായി നിർമ്മിച്ചത് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ഭാഗം പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.